നമ്മളിവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രതിഫലിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നിന്റെ കുടുംബവും നീ രക്ഷപ്രാപിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ 3 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഈശോയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കണം. 2, ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവും നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ ഇല്ല എന്ന് വിശ്വസിച്ചു സൗഖ്യം പ്രാപിക്കണം. 3, ഈശോ നമ്മളോട് കരുണ കാണിച്ച് ക്ഷമിക്കാത്തതായിട്ടൊരു പാപവും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ച് നമ്മളോട് കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ ക്ഷമിക്കാത്തതായിട്ട് ഒരു പാവവും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈശോ എല്ലാ പാവങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഈശോയ്ക്ക് പരിഹരിക്കാൻ കഴിയും, എല്ലാ പ്രശ്നങ്ങളെയും ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ കഴിയും, എല്ലാ രോഗങ്ങളെയും ഈശോ പാപം മോചിപ്പിക്കുവാൻ കുമ്പസാരക്കൂട്ടിലേക്ക് സന്നിധനാണ്. അതുകൊണ്ട് നമ്മൾ ആ കരുണയിൽ ആശ്രയിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 വചനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലൂക്ക 1:37 കർത്താവ് പറയുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പിന്നെ എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് ചോദിച്ചാൽ ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കേട്ടുകൊണ്ടിരുന്നവരല്ല, നോക്കി കാണുന്നവരല്ല, പ്രസംഗം കൊള്ളാവെന്ന് പറയുന്നവരല്ല, കർത്താവ് എന്നോടാണ് അരുൾ ചെയ്തത്, ഞാൻ വിശ്വസിക്കുന്നു. കണ്ണടച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉള്ളൊരുകിയൊന്ന് പ്രാർത്ഥിച്ച് 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷനൊന്നും വേണ്ട. ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ വിശ്വസിക്കുക. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൻ മതിയെന്ന് ആ സ്ത്രീ ഒന്ന് വിചാരിച്ചു, തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് ഈശോയുടെ ഒരു വാക്ക്. പത്രോസിന്റെ നിഴൽ അടിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് തളർവാദ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്നവർ വിശ്വസിച്ചു. ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിന്റെ തലം മാറും. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കാം. ഒച്ചത്തിൽ എരിചൊല്ലി പറയാം, കർത്താവായ യേശുവേ. ഒരച്ചങ്ക് തുറന്ന് കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം, എന്റെ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ എല്ലാ കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും മതിയായവനാണെന്ന്, മതിയായവൻ ഞാൻ വിശ്വസിച്ച്, ഞാൻ വിശ്വസിച്ച്, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, 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 യേശുവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തകർന്നു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന എന്റെയും എന്റെ കുടുംബത്തെയും വീണ്ടെടുക്കുവാനായി, വീണ്ടെടുക്കുവാനായി ഈ മണിക്കൂറിലെ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. ഞാൻ കേൾക്കുന്ന വചനങ്ങളിലൂടെ എന്റെ കെട്ടുകൾ അഴിക്കണമേ, എന്റെ കുടുംബത്തെ വീണ്ടെടുക്കണമേ. യേശുവേ, യേശുവേ, എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും എന്നെയും എന്റെ മക്കളെയും എന്നെയും എന്റെ സഹോദരങ്ങളെയും എന്റെ മാതാപിതാക്കളെയും എനിക്കുള്ളതെല്ലാം അങ്ങ് ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ,
ജോബ് 1:10 കൃപയുടെ വേലി കെട്ടി എന്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ. സക്രിയ 9:8 കാവലേർപ്പെടുത്തി എന്റെ കുടുംബത്തെ പരിപാലിക്കണമേ. സക്രിയ 2:5 അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി എന്നെയും എനിക്കുള്ളവയെല്ലാം സംരക്ഷിക്കണമേ. സംഖ്യ 23:23 വലിയ സംരക്ഷണ നടുവിലായിരിക്കട്ടെ ഞാനും എന്റെ മക്കള്. സങ്കീർത്തനം 91:10 കൂടാരത്തിന്റെ മുകളിൽ സംരക്ഷണം ഏർപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ആലയത്തിലായിരുന്നു കൊണ്ടും ഓൺലൈൻ വഴി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലകളെയും ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാ മക്കളും 2 കരങ്ങൾ ഉയർത്തി നിർത്താതെ ഒച്ചത്തിൽ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, വിശ്വസിക്കുന്നവരെ വിളിച്ച്, വിശ്വസിക്കുന്നവരെ വിളിച്ച് ആരാധന, 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 ആരാധന. ചങ്ക തുറന്ന് വിളിച്ച്, ചങ്ക തുറന്ന് വിളിച്ച്. തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് 4 അതിരുകളിലെ ഞങ്ങളുടെ മക്കളായിരിക്കുന്ന അതിരുകളിലെ ജീവിതപങ്കാളി ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഭവനമായിരിക്കുന്ന മേഖലകളിലെ വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്നവരുടെ ദൈവത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 45:1-2 വചനത്തിലെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിമത്തങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ എത്തുവോളം ഈ ജനത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ എത്തുവോളം ഈ ജനത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ വിളിച്ച ഈശോ, ഹൃദയം തുറന്ന്, ഹൃദയം തുറന്ന്, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. കൈകളടിച്ച്, ശക്തിയോട് കൈകളടിച്ച്, സ്വയം മറന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിക്കാൻ. പോരാ, 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 പോരാ. ആരെ ശ്രദ്ധിക്കാതെ കർത്താവിനെ കണ്ടു പ്രാർത്ഥിച്ച്, ആരെ ശ്രദ്ധിക്കാതെ മതിമറന്ന് കരങ്ങളടിച്ച് പ്രാർത്ഥിച്ച്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ജനത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ജനത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് അതിരം തുറക്കട്ടെ. തുറക്കാത്ത അതിരങ്ങൾ തുറക്കട്ടെ. ചലിക്കാത്ത നാവുകൾ ചലിക്കട്ടെ. അടഞ്ഞ ഹൃദയങ്ങൾ, അടഞ്ഞ മനസ്സുകൾ എഫാത്ത തുറക്കപ്പെടട്ടെ. വെളിപാട് 3:8 തുറക്കപ്പെടട്ടെ. യെശയ്യാ 22:22 തുറക്കപ്പെടട്ടെ. യേശു നാമത്തിലെ അടഞ്ഞ അധരങ്ങള്, അടഞ്ഞ ഹൃദയങ്ങള്, അടഞ്ഞ ജീവിതങ്ങള്, തകർന്ന ജീവിതങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്, തിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുമിച്ച് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് IMSന്റെ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. പെട്ടെന്നിരിക്കാം, ഒരല്പസമയം ഇരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ജോശുവ 24:15. ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വലതുകരം ഉയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിന് കളിത്തോക്ക് മേടിച്ചിട്ട് പൊട്ടാസ് പൊട്ടിക്കുന്ന സൗണ്ട് ആദ്യത്തെ ഹല്ലേലൂയ. ചില ഹല്ലേലൂയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടുന്ന സൗണ്ട്. ഈ പടക്കത്തിന്റെ ഇടയിൽ ഒരു ഗുണ്ടുണ്ട്, അത് പൊട്ടുന്ന പൊട്ടാണ്, അപാരമായൊരു പൊട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായവര് വലതുകരം ഉയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളെ ഇനി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ, ഞാൻ കർത്താവിന്റെ ആത്മാവിൽ നല്ലൊരു ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് കടന്നു പോവാം. ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളിലേക്ക് അഭിഷേകം കടന്നു വരും. നിങ്ങൾ അതിന്റെ ഇരട്ടി ശക്തിയിൽ ഹല്ലേലൂയ പറയുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. എനിക്ക് ആത്മാവിൽ വചനം ഇങ്ങനെ പറയാൻ ഭയങ്കരമായ ഒരു അഭിഷേകം കടന്നു വരും. വലതുകരം ഉയർത്തി എനിക്ക് അഭിഷേകം കിട്ടാൻ വേണ്ടി 3 ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ചേക്കണം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് എടുക്കുന്നതിന് മുമ്പ് ഈ ഏതാനും വർഷങ്ങളായിട്ട് കർത്താവിന്റെ വചനവുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വേദനയിലാണ്, തകർച്ചയിലാണ് അനേക മനുഷ്യർ. അനേകരുടെ കണ്ണുനീരുകൾ കാണുകയും അനേകരുടെ വേദനകൾ കേൾക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവിൽ ചില ശുശ്രൂഷകള് രൂപപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തില് അനേക കുടുംബങ്ങളാണ് തകർന്നു കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങളാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തിന്റെ ഭൗതിക ആത്മീയ നേട്ടങ്ങളെയും തകർത്ത് കളയുന്ന ചില ശക്തികളുണ്ട്. അത് മറഞ്ഞിരിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ കൃപയിൽ തെളിഞ്ഞു നിന്ന് ശുശ്രൂഷ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളു. ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. ശത്രു ഒന്നേ ഉള്ളു, അവന്റെ പേര് പിശാച് എന്നാണ്. അതായത് ചില ഉദാഹരണങ്ങൾ പറയാം. ചില കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടാരൂപികളുണ്ട്. സഹോദരി ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടാരൂപികളുണ്ട്. നമ്മുടെ ഭൗതികമായ സകല നേട്ടങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന ശത്രുവുണ്ട്. ചില ദേശത്തെ മാത്രം കേന്ദ്രീകരിച്ച് നശിപ്പിക്കുന്ന ചില തിന്മകളുണ്ട്. അതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് ഈ കാലഘട്ടത്തിലെ പിശാച് ഏറ്റവും നടമാടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെയാണ്. ഒട്ടനവധി കുടുംബങ്ങളിൽ നിന്ന് സമാധാനം എടുത്ത് കളഞ്ഞു. ഉദാഹരണത്തിന്, നിങ്ങളും മാതാപിതാക്കളും മക്കളും കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്, വലിയ സ്നേഹമാണ്. എന്നാൽ തിരിച്ചു വീട്ടിലേക്ക് കയറുമ്പോൾ കാരണങ്ങൾ അറിയാത്ത കലഹമാണ്. സ്വസ്ഥതയില്ല അനേക ഭവനങ്ങളിൽ. മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്കോ, മക്കള് പറയുന്നത് മാതാപിതാക്കൾക്കോ, ജീവിത പങ്കാളി പറയുന്നത് ജീവിത പങ്കാളിക്കോ, സഹോദരങ്ങൾക്ക് പറയുന്നത് സഹോദരങ്ങൾക്കോ മനസ്സിലാവുന്നില്ല. നിസ്സാര കാര്യങ്ങളിൽ പോലും കലഹിച്ച് അടികൂടി അസ്വസ്ഥപ്പെട്ട് ഇരുന്നിട്ട് അവസാനം ചിന്തിക്കും, എന്തിനാ അടികൂടിയത്, എന്തിനാ കലഹിച്ചത്, എന്തിനാ വഴക്കടിച്ചത്? കാരണങ്ങൾ അറിയില്ല. കൊളോസസ് 3:15 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടതാണ് ആ കുടുംബത്തിന്റെ കലഹമെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ സമാധാനത്തിന് വേണ്ടി കരയണം. 2, ഒട്ടനവധി കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ല പിശാച്. ഉദാഹരണത്തിന്,
തോബിത്തിന്റെ ദാമ്പത്യ ധർമ്മം തടയുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ. അല്ലെ, ഈ സ്ത്രീകള് ഭർത്താവിന് വിധേയപ്പെടാത്തതും ഭർത്താവ് സ്ത്രീയെ ചേർത്ത് പിടിക്കാത്തതിന്റെ കാരണം ഒരു പൈശാചിക സ്പിരിറ്റാണ്. 2 മുറി കയറി കിടക്കുന്നത്, 2 കട്ടിലിൽ കിടക്കുന്നത്, മക്കളുടെ കൂടെ പോയി കിടക്കുന്നത്. എത്ര മാത്രം പ്രാർത്ഥിച്ചാലും ഈ ഒരു സ്പിരിറ്റിനെ തിരിച്ചറിയണം. തോബിത്തിന്റെ പുസ്തകത്തിൽ ആദ്യ രാത്രിയിൽ 7 ഭർത്താക്കന്മാരുടെ ജീവൻ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയ പൈശാചിക സ്പിരിറ്റാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ധർമ്മം പോലും തടയുന്നത്. സാറായുടെ 7 ഭർത്താക്കന്മാര് സാറായെ സമീപിക്കുന്നതിന് തൊട്ടു മുമ്പ് സാറായുടെ ഭർത്താക്കന്മാരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയാണ്. ഇതാണ് പൈശാചിക സ്പിരിറ്റ്. ഒട്ടനവധി യുവതി യുവാക്കളുടെ ജീവിതങ്ങളിൽ കാണുന്ന മഹാവിപത്ത് എന്താന്ന് അറിയാം? വിവാഹം വേണ്ട, ഒരുമിച്ച് ജീവിച്ചാൽ മതി. ഇപ്പോഴതിനേക്കാൾ ഭയങ്കര ഭയാനകമാണ്. ഹൈസ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പെൺകുട്ടികൾ പെൺകുട്ടികളെ പ്രണയിക്കുന്നു, ആൺകുട്ടികൾ ആൺകുട്ടികളെ പ്രണയിക്കുകയാണ്. സ്വവർഗഭോഗം, സോദോം ഗോമറയെ നശിപ്പിച്ച മാരകമായ തിന്മ. ഇതൊരു പൈശാചിക സ്പിരിറ്റാണ് പ്രിയപ്പെട്ടവരെ. കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ശിഥിലമാക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൈപിരിക്കുവാനും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാനും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാനും വേണ്ടിയാണ് കർത്താവിന്റെ ആത്മാവിൽ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. സർവശക്തിയോട് പറ ഹല്ലേലൂയാ. ഒരുപാട് കുടുംബങ്ങളിൽ എനിക്കറിയാം, സമ്പത്ത് വരുന്ന വഴി അറിയാം, പോകുന്ന വഴി അറിയില്ല. ലക്ഷങ്ങളുടെ ബിസിനസ്, കോടികളുടെ ബിസിനസ്, ലക്ഷങ്ങളുടെ വിറ്റ് വരവ്, ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവർക്കും ജോലിയുണ്ട്, സമ്പത്ത് വരുന്ന വഴിയുണ്ട്. പക്ഷെ 30-ാം തീയതി ആകുമ്പോൾ എങ്ങോട്ട് പോകുന്നറിയുന്നില്ല, കടക്കണി മാറുന്നില്ല, ജിപ്തി ഒഴിയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ, ഇന്ന് കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഒരു സഹോദരി എന്നോട് പറയാണ്, 1 കോടി രൂപ 1 രൂപയുടെ പോലെ വില കൽപ്പിച്ചിട്ട് ചെലവഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അതായത് വിദേശത്ത് വലിയ ബിസിനസ്, വലിയ വലിയ കമ്പനികള് ഇന്ന് കടക്കണിയിൽ പൊട്ടി തകർന്നു കിടക്കുക. മക്കള് 3 പേരും രക്ഷപ്പെടുന്നില്ല. പണ്ട് 7 ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ ഇന്ന് 7 ആട്ടിൻകുട്ടിയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പനും അപ്പൂപ്പനും സമ്പത്തുണ്ട്, മക്കളിലേക്ക് അത് കൈമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. എന്തിനാ പറയുന്നത്? കൈ വിരിക്കണം. കൊച്ചുമക്കൾക്ക് വേണ്ടി കരയുന്നല്ലോ, നല്ലതാ. എന്തിനു വേണ്ടി കരയണമെന്ന് ഇനി അങ്ങോട്ട് പറയാം. ചേർന്ന് പറ ഹല്ലേലൂയാ. സർവശക്തിയോട് പറ ഹല്ലേലൂയാ. അതായത് ഒട്ടനവധി ഈ കാലഘട്ടത്തിലെ മഹാദുരന്തം. വീണ്ടും നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. അവർക്ക് ജീവിത ദർശനം നഷ്ടപ്പെട്ടിരിക്കുക. കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾ സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ ക്ലാസ്സിൽ കയറണമെന്നില്ല, കറങ്ങി നടന്നാൽ മതി. വീട്ടിൽ വന്നാൽ ബുക്ക് എടുക്കണമെന്നില്ല. ഏതോ ഒരു മൊബൈൽ ഫോണിൽ, ഏതോ ഒരു ഗെയിമിൽ, ഏതോ ഒരു ഫ്രണ്ട്ഷിപ്പിൽ, ഏതോ ഒരു കമ്പ്യൂട്ടറിലെ അവരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നു. ഇപ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും അടിഞ്ഞു പോകുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവൻ, മെഡിസിൻ കഴിഞ്ഞവൻ, ഡിഗ്രി കഴിഞ്ഞവൾ പകല് വീട്ടിന്റെ അകത്ത് കയറിയിരിക്കുന്നു, രാത്രി പുറത്തിറങ്ങി നടക്കുക, അലഞ്ഞു തിരിയുന്നു. യുവത്വം പൊലിഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബം തിരിച്ചു പിടിക്കണം, കുടുംബ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കണം. നമ്മുടെ മണി പവറിന് കഴിയില്ല, നമ്മുടെ മസിൽ പവറിന് കഴിയില്ല, നമ്മുടെ ഭൗതിക നേട്ടത്തിന് കഴിയില്ല. ഒരു കാര്യത്തിന് മാത്രമേ കഴിയുള്ളൂ: കൈവിരിക്കാൻ ഒരമ്മ, മുട്ടുകുത്താൻ ഒരപ്പൻ, ചങ്കിന്റെ അകത്ത് നിന്ന് നിലവിളി ഉയർന്ന് പിതാക്കന്മാര് വിളിച്ചതുപോലെ ദൈവമേ എന്ന് വിളിച്ച് ഈ തലമുറയെ രക്ഷിക്കൂ. ചേർന്ന് പറ ഹല്ലേലൂയാ. സർവശക്തിയോട് പറ ഹല്ലേലൂയാ. ഒട്ടനവധി കുടുംബം, കുഞ്ഞുങ്ങൾ. എനിക്ക് കേരളത്തിലെ 1,59,000 യുവതി യുവാക്കൾ, 25-നും 50-നും ഇടയ്ക്ക് പ്രായം കഴിഞ്ഞവർ. അതിലൊട്ടനവധി വ്യക്തികൾക്ക് സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ഡിഗ്രിയുണ്ട്. പ്രായം കഴിഞ്ഞിട്ടും വിവാഹങ്ങൾ നടക്കുന്നില്ല. ചില ഏരിയ കേന്ദ്രീകരിച്ച് ദുർമരണങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ, മറ്റ് മരണങ്ങൾ അനേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു.
അപ്പൂപ്പൻ മുതൽ വരുന്ന പകർച്ചവ്യാധികൾ, ദുരിതങ്ങൾ, ഇതൊന്നും ദൈവം തരുന്നതല്ല. ഈ സഹനങ്ങളോ ഈ ദുരിതങ്ങളോ ഈ പരാജയങ്ങളൊന്നും ദൈവം തരുന്നതല്ല. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇതുവരെ തെറ്റിദ്ധരിച്ചു വെച്ചെങ്കിൽ തിരുത്തണം. എല്ലാ ദുരിതങ്ങളും എല്ലാ സഹനങ്ങളും ദൈവത്തിന്റെ പുറത്ത് കൊണ്ട് വെച്ച് കെട്ടിയിട്ട് പിശാചിനെ അങ്ങ് സ്വതന്ത്രനാക്കി വിടരുത്. ഓർത്തോളണം, എന്റെ ദൈവം എന്റെ അപ്പനാ. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന എന്റെ യേശു എന്റെ അപ്പനാ. എന്റെ കണ്ണ് നനയാൻ ആഗ്രഹിക്കാത്തവന്റെ പേരാ എന്റെ ദൈവം. അല്ലാതെ എന്റെ ദൈവം തരുന്ന എന്നല്ല. ദൈവത്തോട് കൂടുതൽ അടുത്താൽ കുരിശുകളൊന്നും കിട്ടുന്ന തരത്തില്ല, സഹനമൊന്നും തരത്തില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. ആരൊക്കെയാ പറഞ്ഞു പറ്റിച്ച്? സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങളുടെ മക്കളെ പരീക്ഷയിൽ തോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുവോ? ഇല്ലല്ലോ. ക്യാൻസർ വരാൻ നിങ്ങൾ ആഗ്രഹിക്കത്തില്ലല്ലോ. കടക്കണിയിൽ അലയാൻ നിങ്ങൾ ആഗ്രഹിക്കത്തില്ലല്ലോ. പകർച്ചവ്യാധി വരാൻ നിങ്ങൾ ആഗ്രഹിക്കത്തില്ലല്ലോ. നിങ്ങളുടെ മക്കളുടെ കണ്ണ് ഒന്ന് നനഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമെങ്കിൽ നിങ്ങളെക്കാൾ ദുഷ്ടനല്ല നിങ്ങളുടെ ദൈവം. നമ്മളെക്കാൾ ദുഷ്ടനല്ലെന്ന് ദൈവത്തെ ശരിയായി അറിയണം. ദൈവത്തെ ശരിയായി മനസ്സിലാക്കണം. അപ്പനായ ദൈവം. പിന്നെ എങ്ങനെ വന്നെയാണ് ഈ തകർച്ച? എങ്ങനെ വന്നെയാണ് ഈ കുടുംബത്തിന്റെ തകർച്ചകള്? എങ്ങനെ വന്നെയാണ് ഈ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച? അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. ജെറമിയ 2:17, യാത്രയിൽ നിന്നെ നയിച്ച നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇതെല്ലാം സ്വയം വരുത്തി വെച്ചതാ. കുടുംബം തകർന്നെങ്കിൽ പരിശോധിക്കേ. കുടുംബ ബന്ധങ്ങൾ ശിഥിരമായെങ്കിൽ പരിശോധിക്കേ. മക്കൾ നമ്മുടെ കൈക്കൊമ്പിളിൽ നിൽക്കുന്നില്ലെങ്കിൽ പരിശോധിക്കേ. പടുത്തുയർത്തിക്കൊണ്ടുവന്ന സ്വപ്നങ്ങൾ, പടുത്തുയർത്തിക്കൊണ്ടുവന്ന എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് പതറി നിൽക്കുകയാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് ക്രമപ്പെട്ടിട്ട് വിളിക്കേണ്ടവനെ വിളി. അവൻ പരിഹരിക്കാൻ എളുപ്പമാ. അവന് ചേർന്ന് പറ ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരിക. കുടുംബജീവിതത്തിന്റെ ശത്രു പിശാചാണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തില് ദൈവമായ കർത്താവ് ചോദിച്ച്, ആദം നീ എവിടെയാ? ദൈവത്തിന് കാണാമായിരുന്നു ആദം മരത്തിനിടയിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. ദൈവം കണ്ടിരുന്നവൻ പാപം ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് ആദം നീ എവിടെയാന്ന് ചോദിച്ചത്? ഒരേ ഒരു ആൻസറേ ഉള്ളായിരുന്നു. നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിന് ദൈവമെന്ന് പറഞ്ഞാൽ വല്ലാതെ വികാരമായിരുന്നു. വല്ലാത്തൊരു സ്നേഹബന്ധമായിരുന്നു ആദവും ദൈവവും തമ്മിലുള്ള ബന്ധം. എപ്പോഴാണെന്നറിയാം? ആദ്യയിൽ തകർത്ത് കളഞ്ഞത് പിശാച് ഒരു വ്യക്തിയെ അല്ല, ഒരു കുടുംബത്തെയാണ്. പിശാച് ഉന്മൂലനം ചെയ്തത് ഒരു കുടുംബത്തെയാണ്. അതായത് ആദം ദൈവത്തെക്കാൾ പ്രാധാന്യം തന്റെ ഭാര്യയ്ക്ക് കൊടുത്തു. എപ്പോൾ ദൈവത്തെക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് ആദം കൊടുത്ത, അപ്പോൾ പിശാച് ഭാര്യയിലൂടെ കുടുംബത്തെ തകർത്ത് ആദത്തെ തകർത്ത്. ആദ്യ കൂദാശ പരികർമ്മം ചെയ്ത ആദത്തിന്റെ ഹവ്വായുടെ മധ്യഭാഗത്ത് നിന്നും ഒരു പിശാചിന്റെ പ്രവൃത്തി വഴി ദൈവമായ കർത്താവ് നഷ്ടപ്പെട്ടു പോയതാണ് കുടുംബത്തിന്റെ തകർച്ചയെന്ന് തിരിച്ചറിയണം. ചേച്ചിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരല്ല തെറ്റുകാര്. ചേട്ടന്മാരെ, നിങ്ങളുടെ ഭാര്യയല്ല തെറ്റുകാരി. നിങ്ങളുടെ മക്കളല്ല തെറ്റുകാരി. ഒരുപക്ഷെ അവരിലൂടെയോ ഒരുപക്ഷെ നിങ്ങളിലൂടെയോ നിങ്ങളുടെ ഭാര്യ ഭർത്ത ബന്ധത്തിലേക്ക്, സാഹോദര്യ ബന്ധത്തിലേക്ക്, മാതാപിതാക്കൾ തമ്മിലുള്ള മധ്യത്തിലേക്ക് കടന്നുകൂടിയ പിശാചാണ് പ്രശ്നക്കാരനും തിരിച്ചറിയണം. ഇന്ന് ശത്രുവിനെ തിരിച്ചറിയാതെ മിത്രങ്ങളെ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ. നമ്മുടെ വിരൽ എപ്പോഴാ ഭർത്താവിന്റെ നേരെ ചൂണ്ടി, ഭാര്യയുടെ നേരെ ചൂണ്ടി. ഇന്നലെ വരെയും സ്നേഹമായിരുന്ന, അസ്ഥിയായിരുന്ന, മാംസമായിരുന്ന, നാരിയായിരുന്ന ഭാര്യ സ്ത്രീയായി മാറിയത് എന്താണെന്നറിയാമോ? ഇന്നലെ വരെ സ്നേഹമായി മാറിയ ഭാര്യ സ്ത്രീയായി മാറി. തിരസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ആദം ദൈവത്തെക്കാൾ പ്രാധാന്യം ഹവ്വായ്ക്ക് കൊടുത്ത് ആ ഹവ്വായാക ഭാര്യ ഭാരമായി തീർന്ന്. ചരിത്രം തിരിച്ചറി. ഏറ്റവും വലിയ വിഗ്രഹാരാധന എന്താണെന്നറിയാമോ? ഈശോയേക്കാൾ, ദൈവത്തെക്കാൾ
ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കുന്നോ അതാണ് വിഗ്രഹവും, അതിനെ പൂജിക്കുന്നുവോ അതാണ് വിഗ്രഹാരാധനയും. അത് തകരും. അത് തകർന്ന ചരിത്രമേ ഉള്ളു. വലതുകരം ഉയർത്തി 3 വെടിക്കെട്ടലരി വരട്ടെ. പിന്നെ ബ്രദർ ഇങ്ങനെ ചങ്കുവെട്ടി പറഞ്ഞു, ഞങ്ങൾ IMS ഇരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാ. നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വരാം. വലതുകരം ഉയർത്തി ഹൈ സ്റ്റാൻഡേർഡിൽ 3 ഹല്ലേലൂയ പറഞ്ഞേ. പറയരുതും ചേട്ടാ, പറഞ്ഞാൽ കുടുംബത്തിന്റെ കെട്ടഴിയും. ചേച്ചി പറയരുത് ഹല്ലേലൂയ, പറഞ്ഞാൽ കുടുംബം രക്ഷപ്പെട്ടാലോ. ദൈവത്തെ ആരാധിക്കരുതും, ആരാധിച്ച ഒരു പക്ഷേ കുടുംബം രക്ഷപ്പെടും. ചേർന്ന് പറ ഹല്ലേലൂയ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി 2:18 പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നണേ ഞാൻ നൽകാം. അതായത് ആദം ഭാര്യയെ സ്വീകരിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഭാര്യ ഭർത്ത ബന്ധത്തെയാണ് ആദ്യം പിശാച് തകർത്തതും ഉന്മൂലനം ചെയ്തതും. പിന്നീട് ഈ പുസ്തകം ഒന്ന് പരിശോധിക്കണം വീട്ടിൽ പോയിട്ട്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകത്തിലെ സകല കുടുംബങ്ങളുടെ മേൽ പിശാച് കൈവച്ചു. സകല കുടുംബ ബന്ധങ്ങളെയും തകർക്കാൻ പിശാച് നിരന്തരം ശ്രമിച്ചു. അപൂർവം ചില വ്യക്തികളിൽക്ക് മാത്രമേ ദൈവിക ജ്ഞാനം വെളിപ്പെട്ടുള്ളൂ. അവര് വില കൊടുത്തിട്ടാണ് ആ കുടുംബ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇസ്രായേൽ ജനം കുടുംബങ്ങൾ മുഴുവനും ദൈവത്തെ ഉപേക്ഷിച്ച് പാപം ചെയ്തു എന്ന് കണ്ടപ്പോൾ ജോഷുവ ദൈവജനത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് ഞങ്ങൾ ദൈവത്തിൽ നിന്നും പുറത്തു പോകാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഒരു അപൂർവം ചിലര്, അതായത് ഇവിടെ ആദം ഔവ എന്ന ഒരു കുടുംബത്തിലൂടെ പിശാച് കയറി സകല കുടുംബങ്ങളുടെയും തലം തകർത്ത് കളഞ്ഞപ്പോൾ ഇവിടെ തകർന്നു പോയത്, ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ പോയ ദൈവത്തിൻ്റെതാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ സ്വപ്നമല്ല, തിരിച്ചറി. മറിച്ച് ദൈവത്തിന്റെ സ്വപ്നം നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും മനസ്സുകളിൽ തന്ന് അത് കുടുംബജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നം രൂപപ്പെട്ട് പുറത്തേക്ക് വന്ന് സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്താൽ സ്ഥാപിതമാകപ്പെടേണ്ട കുടുംബമായിരുന്നു ഓരോ കുടുംബവും. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കുടുംബ ബന്ധങ്ങൾ തകർത്ത് താറുമാറായപ്പോൾ ദൈവത്തിന്റെ സ്വപ്നം തകർന്ന് മനുഷ്യൻ ഉന്മൂലനമാകപ്പെടുമെന്ന് കണ്ടപ്പോൾ മനുഷ്യൻ പരാജയപ്പെട്ടിടത്ത് ദൈവം തന്നെ വീണ്ടും ഒരു പ്രവൃത്തി ആരംഭിക്കുക, അതിലേക്ക് കൊണ്ടുവരിക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. ഉദാഹരണത്തിന്, ഒരു സ്ത്രീയും ഒരു പുരുഷനും വഴി തകർന്നുപോയ ഭാര്യ ഭർത്ത ബന്ധത്തെ തിരിച്ചു പിടിക്കാനായിട്ട് നസ്രത്തിൽ ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു മകനെ തിരഞ്ഞെടുത്ത്, മേരി എന്ന് പറയുന്ന ഒരു മകളെ തിരഞ്ഞെടുത്ത്, അങ്ങനെ അവരുടെ മധ്യഭാഗത്ത് ദൈവമായ കർത്താവ് ആയ യേശു ക്രിസ്തു എപ്പോൾ ജനിച്ച് മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചോ അപ്പോൾ പിന്നീട് അന്ന് വരെ ഉണ്ടായിരുന്ന ശത്രുവാകുന്ന പിശാച് താറുമാറായി. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെയും ഇനി യുഗാന്ത്യം വരെയും ആരുടെയൊക്കെ കുടുംബജീവിതങ്ങൾ സുലഭമായി പോകുന്നോ, ആരുടെയൊക്കെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടോ, ആരുടെയൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ, ഞാൻ പറയും അവരുടെ മധ്യത്തിൽ ദൈവമായ കർത്താവുണ്ട്. എന്നാൽ ആരുടെയൊക്കെ കുടുംബജീവിതങ്ങൾ തകർന്നു കിടക്കുന്നോ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവമായ കർത്താവിനെ പടിയിറക്കി വിട്ടതാണ്. ആദ്യത്തെ വിവാഹ കൂദാശ ഉടമ്പടി നടന്ന എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തിയിലാണ്. ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവമെല്ലാം സൃഷ്ടിച്ചു. ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമെല്ലാം സ്വയം സൃഷ്ടിച്ചു. ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആദത്തെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചില്ല. ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവിടെ ദൈവമെല്ലാറ്റിനും പേരിട്ടു.
ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദം വിളിച്ചതെല്ലാം പേരായി തീർന്നു. എല്ലാറ്റിന്റെ മേൽ ആധിപത്യം മനുഷ്യന് കൈമാറിയ ദൈവം അവന്റെ ശൂന്യത മനസ്സിലാക്കിയിട്ട് അവനെ ഗാഢനിദ്രയിലേ ആക്കി. എന്നിട്ട് ആദ്യത്തെ ക്ലോറോഫോം കണ്ടുപിടിച്ച മയക്കുമരുന്ന് മയക്കി കിടത്തുന്ന മെഡിസിൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ദൈവം. അവനെ മയക്കിയിട്ട് അവനെ സർജറി ചെയ്ത ആദ്യത്തെ ഡോക്ടർ പാടുപോലും ശേഷിക്കാത്ത വിധത്തില് അവന്റെ വലതെ വാരിയല് സർജറി ചെയ്ത് ഒരു വാരിയൽ എടുത്തിട്ട് ഒരു സ്ത്രീയെ രൂപപ്പെടുത്തിയിട്ട് ഉറക്കത്തിൽ നിന്ന് അവനെ തട്ടി ഉണർത്തി. അവൻ എന്താണോ പ്രതീക്ഷിച്ചത്, എങ്ങനെയുള്ളതാണോ പ്രതീക്ഷിച്ചത്, അവൻ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞതാണ്, ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും ഇതാ നിന്റെ മാംസത്തിലുള്ള മാംസവും ഇതാ എന്റെ നാരിൽ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ വിവാഹ കൂദാശ ഉടമ്പടി നമ്മൾ ദേവാലയത്തിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രതീകമായ വൈദികനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്തു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും വിശ്വസ്തയോടെ ഒന്നിച്ച് ജീവിക്കാമെന്ന് ദൈവത്തിന് മുമ്പാകെ ഞാനിതാ ഉടമ്പടി ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. നിങ്ങൾ ഓർത്തോണം, അങ്ങനെ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ആനന്ദം, ഒരാഴ്ച, രണ്ടാഴ്ച, ചിലരെ സംബന്ധിച്ച് 2 മാസം, ചിലരെ സംബന്ധിച്ച് 2 വർഷം, ചിലരെ സംബന്ധിച്ച് കുറച്ച് നാള്. പിന്നീട് എപ്പോഴോ കുടുംബത്തിന്റെ താളം തെറ്റി, ആദ്യമേ ഉണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടോ. അതിന്റെ കാരണം സഹോദര സഹോദരി തിരിച്ചറി. നിന്റെ ദൈവമായ കർത്താവ് നീ വഴിയോ ഒന്നിൽ നിന്റെ ജീവിത പങ്കാളി വഴിയോ നിന്റെ പങ്കാളിയുടെ മധ്യഭാഗത്ത് നിന്നും പടിയിറക്കി വിട്ടതാണ് ഈ തകർച്ചയുടെ കാരണം, ഈ പരാജയത്തിന്റെ കാരണം. ഇനി എന്ത് ചെയ്യണം? ആ മധ്യഭാഗത്തേക്ക് കടന്നു വരാൻ നീ വട്ടം കയറി നിൽക്കണം. അബ്രഹാമിനെ പോലെ നീ വട്ടം കയറി നിൽക്കണം. നീ നെഞ്ചു വിരിച്ച് കൈ വിരിച്ച് മുട്ടുകുത്തിയിട്ട് പറയണം, കർത്താവേ, എന്റെ പങ്കാളി വഴി, എന്റെ മക്കള് വഴി, ഞാൻ വഴി എന്റെ കുടുംബത്തിൽ നിന്നും അങ്ങ് കടന്നു പോകല്ലേ, അങ്ങ് കടന്നു പോകല്ലേ എന്ന്. മാർത്തായും മറിയവും ഈ രഹസ്യം തിരിച്ചറിഞ്ഞു. യോഹന്നാൻ 11-ാം അധ്യായത്തിലെ ലാസറിന്റെ മരണത്തിന് ശേഷം 4-ാം ദിവസം യേശു വന്നപ്പോൾ മാർത്ത ഓടി വന്ന് കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ചങ്ക് പൊട്ടിയിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഏറെ സമയം കഴിഞ്ഞ് മറിയവും ഓടി വന്ന് അതേ വാക്യം പറഞ്ഞു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മാർത്തായും മറിയത്തെ നിങ്ങൾ തിരിച്ചറിയണം. യേശുവിന്റെ ആത്മമിത്രങ്ങളാണ് ലാസർ ഉൾപ്പെട. മിക്ക ദിവസങ്ങളിലും യേശു ആ വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ യേശുവിനോട് ചേർന്നിരുന്ന, യേശുവിന്റെ ദൈവത്വം തിരിച്ചറിഞ്ഞ, യേശുവിന്റെ ഫ്രണ്ട്സായി, യേശുവിന്റെ സുഹൃത്തുക്കളായിരുന്ന മാർത്തായ്ക്കും മറിയത്തിനും അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു മാർത്തായും മറിയവും പറഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളും എന്തുമാത്രം ചങ്ക് പൊട്ടി കരയണം. കർത്താവെ, അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ ഭാര്യ ഭർത്ത ബന്ധമെന്ന കുടുംബം തകരില്ലായിരുന്നു. കർത്താവെ, അങ്ങുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വരെ ഈ ചങ്കിൽ ചാരിക്കടന്ന എന്റെ ജീവിതം, എന്റെ മക്കള് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. കർത്താവെ, അങ്ങന്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബിസിനസ് തകരില്ലായിരുന്നു. കർത്താവെ, എന്റെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരി ബന്ധം തകരില്ലായിരുന്നു. കർത്താവ് നഷ്ടപ്പെട്ടു പോയതാ, കർത്താവ് നഷ്ടപ്പെട്ടു പോയതാ. നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഇപ്പോഴും പിശാചിന്റെ പക്ഷം ചേർന്നിട്ട് സഹോദരി ബന്ധം, ഭാര്യ ഭർത്ത ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങള് ശിഥിലമാക്കിയിട്ടിട്ട് പള്ളി വന്നിട്ട് ഹല്ലേലൂയ പാടാൻ ഒരു ലക്ഷ്യമില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. യഥാർത്ഥ ദൈവാരാധന എന്ന് പറയുന്നത്, യഥാർത്ഥ ദൈവസ്തുതി എന്ന് പറയുന്നത്, യഥാർത്ഥ ദൈവബന്ധം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട ദൈവീകതകൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കണം. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരിച്ചു പിടിക്കണം. അവസാന ശ്വാസം വരെയും ഇങ്ങനെ പറയണം, കർത്താവേ, ഞാൻ നിത്യതയിലെത്തുവോളം പറന്നു പോകുന്ന പറപക്ഷിയോട് പോലും എനിക്കൊരു ചെറിയ വിഷമമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകരുത്. എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടതാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. അബ്രഹാമിനൊക്കെ പോലെ കേറി നില്ല് വട്ടം പ്രിയപ്പെട്ടവരെ. ഇനി നോക്ക്, ഈ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ദൈവം എന്ന് പറയുന്ന ഒരു വികാരമായിരുന്നു. അബ്രഹാമിന് ആകെ സ്വരം മാത്രമേ കേൾക്കുള്ളൂ.
എബ്രഹാം 12-ാം അധ്യായത്തിൽ പറയുന്നതാണ്, നീ നിന്റെ ബന്ധുക്കളെയും നിന്റെ സ്വഭവനത്തെയും നിന്റെ സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. മുൻകൂട്ടി കാണിച്ചിട്ടില്ല. ഈ ബന്ധത്തിലാണ് യാത്ര തുടരേണ്ടത്, ഈ ലോകയാത്ര. അല്ലാതെ നമ്മളെ ഒരുപാട് കിടന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ടല്ല. ഈ ബന്ധമില്ലാത്ത പ്രാർത്ഥന ദൈവത്തിന് അരോചകമാണ്. ഈ ബന്ധമില്ലാത്ത ശുശ്രൂഷ ദൈവത്തിന് അരോചകമാണ്. ഈ ബന്ധമില്ലാത്ത കുടുംബജീവിതം, ഭാര്യ ഭർത്ത ബന്ധത്തിൽ സ്നേഹമില്ലാത്ത ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിൽ അത് ഭാരമായി മാറും. സ്നേഹമില്ലാത്ത സഹോദരി ബന്ധം ഭാരമായി മാറും. സ്നേഹമില്ലാത്ത സാമൂഹിക ബന്ധങ്ങൾ ഭാരമായി മാറും. അതാണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള ഈ ബന്ധമില്ലാത്ത ജപമാല ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, ആരാധന ആയിക്കോട്ടെ, അത് അരോചകമാണ്. 1 കൊറിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന ചേങ്ങലയോ, കൈത്താളം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ചില ഭാഷയുണ്ട്, ചിലമ്പാതിരിക്കുക. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ചില മനുഷ്യർക്ക് നമ്മുടെ ശബ്ദം അരോചകമായി മാറും. അങ്ങനെയെങ്കിൽ സ്നേഹമില്ലാത്ത ഭാഷാവരം പോലും, സ്നേഹമില്ലാത്ത വരദാനങ്ങൾ പോലും സ്വർഗത്തിന് അരോചകമാ. ചേർന്ന് പറ ഹല്ലേലൂയ. ബ്രദറെ ഇങ്ങനെ ചങ്ക് പൊട്ടി പറഞ്ഞ അത് വിടന്നേ. നമ്മൾ 10 മിനിറ്റ് കുറച്ചും കൂടെ ഉള്ള സമയം, നമ്മൾ സമയം തീർന്ന് അവന്റെ ഒരു വിഷയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വലതുകരം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ അവസാന കർത്താവിന്റെ കൃപയിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന്റെ മേൽ കൈവച്ചിരിക്കുന്ന പൈശാചിക സ്പിരിറ്റിനെ ഒന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ചിട്ട് കർത്താവിന്റെ അഗ്നി ഇറങ്ങിയിട്ട് നമ്മൾ പിരിയും. അങ്ങനെ 3 ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ എല്ലാ ഗ്രൂപ്പ് കൃപയിലേക്കായിട്ടെ, ഈ ഗ്രൂപ്പ് കൃപയിലേക്കായി ഈ ഇങ്ങനെ വന്നിരുന്ന ആദ്യം മണിക്കൂർ തന്നെ ഒരു ഹല്ലേലൂയ ഇത്രയും പറയാൻ പറ്റും. കാരണം താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെയാണ് നല്ലതുപോലെ വരുന്നത്. പക്ഷെ നിങ്ങൾ നല്ലതുപോലെ കയറിയിട്ടുണ്ട് കൃപയിൽ. വലതുകരം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാം ഈ ഒരു ബന്ധത്തിലായിരിക്കുമ്പോഴാണ് 12-ാം അധ്യായത്തിൽ മോനെ പോടാ, ഭാര്യയെയും കൊണ്ട് ആ കൂട്ടത്തിൽ ദൈവം പറയാത്തൊരാളെയും കൊണ്ടാ പോയത്. ലോത്തിനെയും കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണ് ഒരു സ്ഥലം കണ്ടെത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബ്രഹാം ഭൗതിക സമ്പത്തിന്റെ ഉടമയായി, ഭൗതിക സമ്പന്നതയുടെ ഉടമയായി. അബ്രഹാം ഒന്നുമില്ലാതെ ഇട്ടിരുന്ന ഡ്രസ്സുമായി, കയ്യിലുണ്ടായിരുന്നതുമായി, സ്വന്തം ഭാര്യയുമായി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അബ്രഹാമിന് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ല. ചില മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് കിടന്ന് കരഞ്ഞ്, ഉടമ്പടി എടുത്ത്, പ്രാർത്ഥിച്ച്, കണ്ണുനീരൊഴുക്കി ദൈവം മറ്റു വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പഴയ സ്വഭാവം പുറത്തേക്ക് വരും. അഹങ്കാരത്തിന്റെ സ്വഭാവം, പഴയ മർക്കടമുഷി പുറത്തേക്ക് വരും. എളിമ വരത്തില്ല. അബ്രഹാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രഹാമിന് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു സങ്കടം. എന്താ കാരണം? സമ്പത്തുണ്ട്, സമ്പന്നതയിലായി, പക്ഷെ ഒരു കുഞ്ഞില്ല. കുഞ്ഞിനെ ഇല്ലാത്തതിന്റെ സങ്കടം ഇങ്ങനെ തോരാത്ത മഴ പോലെ ഇങ്ങനെ ഇരുന്ന് വിതുമ്പി ഒന്നിലധികം പ്രാവശ്യം ദൈവത്തോട് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭാര്യ, അബ്രഹാമും ഭാര്യയും ഭയങ്കര ഗാഢമായ ബന്ധമാണ്. നിങ്ങൾ ഓർക്കണം, അബ്രഹാമിനെ സാറ വിളിക്കുന്നത് നാഥ എന്ന, അത്ര ബന്ധമാണ് നാഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ മധ്യഭാഗത്ത് ദൈവം ഉള്ളത് കൊണ്ട് ഈ നാഥ വിളി അങ്ങ് ലയിച്ചു ചേർന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അബ്രഹാം പറഞ്ഞു, സാറാ നമുക്കൊരു കുഞ്ഞില്ലല്ലോടി, ഒരു നമുക്ക് കുഞ്ഞിനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായ സങ്കടം. ഈ ചേച്ചിമാർക്ക്, സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. സ്നേഹിക്കുന്ന ഭർത്താവ് ചെറുതായിട്ടൊന്ന് അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കത്തില്ല. അത് വല്ലാത്തൊരു ഫീലിങ്സാ. അത് നല്ല കുടുംബത്തെ, നല്ല ചേച്ചിമാരെ കുറിച്ചാണ് പറയുന്നത്. ചില ചേച്ചിമാരുണ്ട്, എത്ര ഭർത്താവ് മർക്കടമുഷ്ടി കാണിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും ചേച്ചിമാർക്ക് ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര വികാരമാണ്. അത് ചിലരുടെ അവസ്ഥ.
എന്നാൽ വേറെയുള്ളവരെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. പോട്ടെ, ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. അപ്പം അബ്രഹാമിനെ ആശ്വസിപ്പിക്കാൻ സാറ ഒരു എളുപ്പ വഴി കണ്ടെത്തി. സാറ പറഞ്ഞു, ചേട്ടാ എന്നോട് ദേഷ്യപ്പെടരുതും കേട്ടോ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഒരു ഐഡിയ. ചേട്ടനൊന്നും തോന്നരുത് എന്നോട്. ദൈവം നമ്മളെ ഇങ്ങനെയൊന്ന് അനുഗ്രഹിക്കും തോന്നുന്നു. എന്റെ ദാസി സുന്ദരിയാണ്, അവളെ പ്രാപിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകിയ അതുവഴി ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നാലോ? അബ്രഹാമിന് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അബ്രഹാം ആ സമയത്തേക്ക്, ഇന്നലെ വരെയും ദൈവമായിരുന്ന അബ്രഹാം ദൈവത്തെ ഒന്ന് മാറ്റി നിർത്തി. കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തി സാറായിലേക്ക് ചേർന്നു. ഇതിനു മുമ്പ് സാറ പറഞ്ഞാലല്ല, ലോകത്തിൽ ആര് പറഞ്ഞാലും അബ്രഹാം സെക്കൻഡറി ആയിരുന്നു. അതെല്ലാം ആദ്യം ദൈവം എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചോ. അങ്ങനെ അബ്രഹാം സാറായുടെ ദാസിയെ പ്രാപിച്ചു. സാറയുടെ ദാസി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സാറായുടെ സ്വഭാവം അങ്ങ് മാറി. നാദ എന്ന് വിളിച്ച സാറ പിന്നീട് വിളിച്ച വാക്കുകൾ ഇച്ചിരി കാഠിന്യമുള്ളതാ. എന്റെ തകർച്ചയുടെ കാരണങ്ങൾ നിങ്ങളാണ്. എങ്ങനെയുണ്ട്? റൂട്ട് മാറി എന്ന് വെച്ചാൽ ഓർത്തോ, അബ്രഹാം സാറ ദൈവത്തെക്കാൾ പ്രാധാന്യം കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മയിൽ കുഞ്ഞിന് കൊടുത്ത്, അബ്രഹാം ദൈവത്തെക്കാൾ പ്രാധാന്യം സാറായ്ക്കും സാറയുടെ വാക്കുകൾക്കും കൊടുത്ത്, അബ്രഹാമിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത, വലിയ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം അബ്രഹാമിന് പിടികൂടി. താളം തെറ്റി. ഏതാനും വർഷങ്ങളോളം കെട്ടിപ്പടർത്തിക്കൊണ്ടുവന്ന ദൈവവുമായിട്ടുള്ള ബന്ധം താറുമാറായപ്പോൾ പിശാച് അടുത്തത് ഭാര്യയിലേക്ക് കയറി ഭാര്യ വഴി പിടിച്ചു. അബ്രഹാം പോയി കൈ വിരിച്ചു, ദൈവമേ എന്ന് വിളിച്ചു. ദൈവം കണ്ണടച്ചു. ദൈവമേ എന്ന് വിളിച്ചു. ദൈവം സംസാരിക്കുന്നില്ല. അബ്രഹാമിന് വെപ്രാളമായി. ആ കണക്ഷൻ പോയി. ചേച്ചി, ചേച്ചി, നീ പാപം ചെയ്യാതിരിക്കേണ്ടത്, നീ തെറ്റ് ചെയ്യാതിരിക്കേണ്ടത് നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയല്ല, നിന്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാ. ചേട്ടാ, നീ വിശ്വസ്തത പാലിക്കേണ്ടത്, നീ വിശ്വസ്തത പാലിക്കേണ്ടത്, നീ വിശ്വസിക്കേണ്ടത് നിന്റെ ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതിയല്ല, നിന്റെ ഭാര്യയോടുള്ള വിശ്വസ്തതയെ പ്രതിയല്ല, നിന്റെ കർത്താവിനോടുള്ള വിശ്വസ്തയെ പ്രതിയാ. ഭർത്താവിന് ഭാര്യ മക്കള് സെക്കൻഡറിയാ. അത് വിഗ്രഹമായാൽ ആ ദോട്ടയും താറുമാറാകും. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. ഇടിമുഴക്കം പോലെ പറ ഹല്ലേലൂയ. നീ കേട്ടോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബ്രഹാമിന് കരയാൻ തുടങ്ങി. അപ്പോൾ സാറ ബലം പിടിച്ച സമയത്ത് സാറായോട് നമ്മളാണെങ്കിൽ എന്ത് പറയും ചേട്ടന്മാരെ? ഈ കോണ്ടാക്സിൽ നമ്മുടെ ഭാര്യ പറഞ്ഞ് വേറൊരു കൊച്ചിന് ജന്മം നൽകിയിട്ട് നമ്മുടെ ഭാര്യ നമ്മളോട് കയർത്ത് കയറിയാൽ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് എന്ത് പറയും? മിണ്ടാതിരിക്കണം, അടങ്ങിക്കഴിയണം. നീയാണ് ഈ വേല ഇത്രയും, ഈ കുടുംബത്തിൽ ഇത്രയും തകർച്ച വരുത്തി വെച്ചത്. നമ്മളാണെങ്കിൽ. പക്ഷെ അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം നോക്കിയത് ഭാര്യ പറഞ്ഞ വാക്കിലോ ഭാര്യയോടുള്ള അനുസരണത്തിൽ വന്ന പിഴയല്ല, ഭാര്യ വഴി വന്നുപോയ തകർച്ചയല്ല. അബ്രഹാം തെറ്റുകാരനാണെങ്കിലും അബ്രഹാം നോക്കിയത് ദൈവത്തെയാ. അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ ഭാര്യയെ എന്റെ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിച്ചു, എന്റെ മക്കൾക്ക് പ്രാധാന്യം നൽകി. എന്റെ തകർച്ചയുടെ കാരണം അതാ. സാറായോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ളത് ചെയ്തോ, നിന്റേതല്ല തെറ്റ്, എന്റേതാ. ചേച്ചി, കർത്താവിനേക്കാൾ പ്രാധാന്യം ഭർത്താവിന് കൊടുത്തപ്പോൾ ഓർത്തില്ല, ഭർത്താവ് ചേച്ചിയേക്കാൾ നല്ലൊരു സുന്ദരിയെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു കാണിച്ച് പിറകെ പോകുമെന്ന്. ചേച്ചി വട്ടം കയറി നിൽക്കേണ്ട ചേച്ചി. ചേട്ടാ, മക്കളെക്കാൾ പ്രാധാന്യം അല്ല, കർത്താവിനേക്കാൾ പ്രാധാന്യം മക്കൾക്കും ബിസിനസിനും അധികാരത്തിനും പവറിനും സമ്പത്തിനും കൊടുത്തപ്പോൾ അറിഞ്ഞില്ല ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നെങ്കിലും തിരിച്ചറി, ശിഷ്ടകാലമെങ്കിലും കർത്താവിനോട് പറ. വിശുദ്ധ തോമസ് അക്വീനസ് പറഞ്ഞതുപോലെ, ഇനി അങ്ങൊഴികെ എനിക്ക് മറ്റൊന്നും വേണ്ട, ഇനി എനിക്ക് അങ്ങ് മതിയെന്ന് വിശുദ്ധ തോമസ് അക്വീനസ് പറഞ്ഞതുപോലെ
പറയട്ടെ. ചേർന്ന് പറ ഹല്ലേലൂയ. അബ്രഹാം ഒരു പാഠം ഉൾക്കൊണ്ട് വലിയൊരു തകർച്ചയിലൂടെ വലിയൊരു പാഠം അബ്രഹാം സ്വീകരിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഞാനും അനേക പ്രശ്നങ്ങൾ നേരിട്ടാലും കർത്താവിലേക്ക് തിരിയുകയോ ആ ദുരാനുഭവത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുകയോ പലപ്പോഴും ചെയ്യുന്നില്ല. അത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതം മാറുമ്പോൾ മറ്റൊന്ന് വന്നു വരുന്നത്. അബ്രഹാം ചെയ്തു പോയ ഒരു തെറ്റിന്റെ ദുരന്തഫലമാണ് ഇന്നും ലോകം പേറുന്നത്. ഇസ്മേൽ എന്ന് പറയുന്ന ഒരു മകന് ജന്മം നൽകി. ഇസ്മേലിന്റെ സന്തതികൾ ഇന്നും ക്രൂരരാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. കൊല്ലും കൊലപാതകവും കഴുത്ത് വെട്ടാനും തലവെട്ടാനും ഇസ്മേലിന്റെ സന്തതികൾക്ക് ഇന്നും ലജ്ജയില്ല. അതൊരു ആഘോഷമാക്കി മാറ്റി അബ്രഹാം വരുത്തി വെച്ച നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തിയുടെ ദുരന്തഫലം നമ്മുടെ മക്കളും മക്കളുടെ മക്കളും പേറും. നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന ചില പ്രവർത്തികൾ വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അനേകരെ ഇന്ന്. പക്ഷെ അബ്രഹാം തിരുത്തി. എങ്ങനെയറിയോ? വർഷങ്ങൾ വീണ്ടും ഒരു കുഞ്ഞു ജനിച്ച് ഇസഹാക്ക്. അബ്രഹാം ഇസഹാക്കിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇസഹാക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അബ്രഹാമുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇടിവെട്ടേൽക്കുന്നത് പോലാണ് അടുത്ത സ്വരം. എബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ, സത്യത്തിൽ ഏക മകനാണോ? അല്ല. അബ്രഹാമിന് വേറൊരു മകനുണ്ട്, ഇസ്മേല്. പക്ഷെ ഇസ്മേലിനെ മകനായി അബ്രഹാം സ്വീകരിച്ചില്ല. അതാ കർത്താവ് അങ്ങനെ പറഞ്ഞത്. അബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എനിക്ക് 3 ദിവസത്തെ യാത്ര പോയി ബലിയർപ്പിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കണ്ണ് തുറന്ന് ഈ അവസാന മണിക്കൂറിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. 3 ദിവസത്തെ യാത്ര ചെയ്ത് ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. അബ്രഹാം ഒരു സ്വരം കേൾക്കാതെ പോയതിന്റെ മഹാദുരന്തം പേറിയ വേദനയിൽ നിന്നും അബ്രഹാം ഒരു പാഠം ഉൾക്കൊണ്ടത് കൊണ്ടിട്ട് അബ്രഹാം രണ്ടാമതൊരു ചോദ്യം ചോദിക്കാതെ ഒറ്റ വിടിയിൽ വിട്ട്. എങ്ങോട്ടാന്നറിയാം? ഒറ്റ വിടിയില് അബ്രഹാം നേരെ ദാസന്മാരെയും കൂട്ടി. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അബ്രഹാം സാറായോട് പറഞ്ഞില്ല മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം. സാറായോട് പറഞ്ഞിരുന്നെങ്കിൽ മകനെ ബലിയർപ്പിക്കാൻ അമ്മയായ സാറ സമ്മതിക്കുവോ? തല പോയാൽ സമ്മതിക്കത്തില്ല. കിട്ടാതിരുന്ന് കിട്ടിയ വാർദ്ധക്യത്തിൽ ചുക്കിച്ചുളുങ്ങിയ ഗർഭപാത്രത്തിൽ വെച്ച് കിട്ടിയ ഒരു മോന. അബ്രഹാമിന് അറിയാമായിരുന്നു ഒരു കാര്യം, ഒരു സങ്കടം പറഞ്ഞതിന്റെ ദുരന്തം ഇതുവരെയും പേറിയില്ല. ഇനി ഒന്ന് പേറാൻ ഞാൻ സന്നദ്ധനല്ല. ചേട്ടന്മാരെ, എല്ലാ കാര്യങ്ങളും സ്വന്തം ഭാര്യയോട് പോലും ചെറുത് പറയരുത്. ചേച്ചിമാര് കുത്തി കുത്തി ചോദിക്കരുതും ചില ഭർത്താക്കന്മാര് പറയത്തില്ല. എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാരോടും ചിലത് പറയരുതും. അത് സന്തോഷത്തിന് പകരം സങ്കടമേ ഉണ്ടാകത്തോള്. സന്തോഷം കെടുത്തുന്ന ഒരു കാര്യവും പറയരുത്. കലഹ ഉണ്ടാകാൻ സാധ്യതയുള്ള വാക്കുകൾ ഉരുവിടരുത്. അങ്ങനെ 3 ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ മലയിൽ എത്തുന്ന സമയത്ത്, ദൂരെ മോറിയ മല കണ്ട സമയത്ത് ദാസന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും പോയി ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാം. ആ വാക്ക് കേട്ടപ്പോൾ അബ്രഹാമിനോട് അടുത്ത വാക്ക് ചാട്ടുളി പോലെ തൊടുത്തു വിടുകയാണ് ഇസഹാക്ക്. പിതാവേ, എൻ്റെ പിതാവേ എന്നാ വിളിച്ചത്. എന്താ മോനെ? എന്താ മോനെ? വിറകുണ്ട്, തീയുണ്ട്, വെലിക്കുള്ള കുഞ്ഞാടോ? അപ്പൊ ഒരു 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 ഈറ്റുനോവ് അനുഭവിച്ചു കാണും. കാരണം വെലിക്കുള്ള കുഞ്ഞാടാ ചോദിക്കുന്നത്. ഇസഹാക്ക് ചെറിയ കുട്ടിയൊന്നും അല്ലേ, ഇച്ചിരി പക്വതയായി. അതാണ് വിറകും തീ അവന്റെ ചുമലിൽ വെച്ചു കൊടുത്തത്. മല കയറുമ്പോൾ വിറക് ചുമക്കാനുള്ള ആരോഗ്യവും കൂടെ ഈ ഇസഹാക്ക് എന്ന് പറയുന്ന മകനുണ്ട്. ചെറിയ കുട്ടിയല്ല. ഇതിനു മുമ്പും മോറിയ മലയിൽ പിതാവുമായി ബലിയർപ്പിക്കാൻ ഇസഹാക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബലിക്കുള്ള കുഞ്ഞാടിനെയും കൊണ്ടാണ് ഇസഹാക്ക് കയറിയിട്ടുള്ളത്. ഇസഹാക്ക് മണത്തറിഞ്ഞ്, ഞാൻ തന്നെയാണോ ഈ കുഞ്ഞാട്? അബ്രഹാം ചങ്ക് പൊട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവം തരും. ഒറ്റ വാക്കേ ഉള്ളു, ദൈവം തരും. ആ വാക്കിൽ അബ്രഹാം കാണാത്തൊരു കാര്യം അബ്രഹാമിന് വേണ്ടി ദൈവം കണ്ടോ? ഞാനും നിങ്ങളും ഈ ദൈവത്തിനാണ് കുടുംബജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ മക്കള് വിഗ്രഹമാകരുതേ. 2025 ഈ പുതുവർഷത്തിൽ
നിന്റെ ഹൃദയം ഒന്ന് ഉടയട്ടെ. വസ്ത്രമല്ല, നിന്റെ ഹൃദയം ഒന്ന് കീറട്ടെ. നിന്റെ മനസ്സൊന്ന് തുറക്കപ്പെടട്ടെ. നിന്റെ ആത്മാവ് ഒന്ന് പരിപോഷിപ്പിക്കപ്പെടട്ടെ. അങ്ങനെ ജീവിതം ക്രമപ്പെടട്ടെ. അബ്രഹാം കാണാത്തൊരു കാര്യം ദൈവം കണ്ട്. ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം ഒരു മലയുടെ സൈഡിലൂടെ കയറുമ്പോൾ മറ്റൊരു സൈഡിലൂടെ ദൈവമായ കർത്താവ് അബ്രഹാമിന് വേണ്ടി അബ്രഹാമിനോടൊപ്പം ഒരു കുഞ്ഞാടിനെയും കൊണ്ട് മോറിയ മല കയറി. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ, നിങ്ങൾ വില കൊടുത്താൽ, ഓരോ പ്രഭാതത്തിലും ഹൃദയം പൊട്ടിയായിരുന്നു നിങ്ങൾ എഴുന്നേക്കുന്നെങ്കിൽ, മനസ്സിടിഞ്ഞാണ് നിങ്ങൾ എഴുന്നേക്കുന്നെങ്കിൽ, ദിവസവും കുർബാനയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ശക്തി ഇല്ലാതിരിക്കുമ്പോഴും, മനസ്സനുവദിക്കാതിരിക്കുമ്പോഴും, കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ വസ്ത്രം മാറി കുളിച്ച് വൃത്തിയായി ബലിപീഠത്തിന്റെ അൾത്താരയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പൊട്ടിയ വേദനയുമായി കടന്നു വരുമ്പോൾ, മറു സൈഡിലൂടെ നിങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ മറിയം ഒരു കുഞ്ഞാടുമായി വരും. ആ കൊല്ലപ്പെട്ട കുഞ്ഞാട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാ. ഒന്ന് നോക്കിയേ, അബ്രഹാം മോറിയ മലയിൽ കുഞ്ഞാടിനെയും കൊണ്ട് കയറുമ്പോൾ അബ്രഹാമിന് വേണ്ടി ദൈവം മറ്റൊരു സൈഡിലൂടെ ഒരു കുഞ്ഞാടിനെയും കൊണ്ട് കയറിയെങ്കിൽ, കത്തോലിക്ക തിരുസഭയിൽ ഓരോ പ്രഭാതത്തിലും ബലി അർപ്പിക്കാൻ പരിശുദ്ധ മറിയം കൊല്ലപ്പെടാൻ പോകുന്ന കുഞ്ഞാടുമായി അൾത്താരയിൽ അപ്പത്തിന്റെ രൂപത്തിൽ വരുമ്പോൾ, നീ മറു സൈഡിലൂടെ നിന്റെ ഹൃദയഭാരവും വേദനകളും നിയോഗവുമായി വാ കടന്ന്. അവിടെ പരിഹരിക്കാൻ കഴിയാത്തൊന്നുമില്ല. ഇനി ഇസഹാക്കിനെ ഒന്ന് ഓർത്തേ. ഇസഹാക്കിനെ ഒന്ന് ഓർക്ക്. മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അബ്രഹാം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കാണും, മോനെ നീ കുതറി ഓടരുതും കേട്ടോ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് നിന്റെ അമ്മ സാറായുമായി ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് വിശ്വാസമാ. ആ ബന്ധത്തിൽ നിന്നുളവായ വിശ്വാസം. ഇന്നു വരെയും ഞാൻ ആ സ്വരം കേട്ടിട്ട് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആ സ്വരം കേൾക്കാതെ പോയ സമയത്താണ് എനിക്ക് തെറ്റുപറ്റിയത്. മോൻ ചോദിച്ചില്ലേ ആ കുഞ്ഞാട് എന്ത് ചെയ്യുന്നു? എന്റെ മോനാ കേട്ടോ ആ കുഞ്ഞാട്. എനിക്ക് ഉറപ്പാ അപ്പന്റെ നെഞ്ചത്ത് കിടന്ന് അലമുറയിട്ട് കരഞ്ഞു കാണും ഇസഹാക്ക്. അപ്പാ ഞാൻ ജീവിച്ചു കൊതി തീർന്നില്ലപ്പാ, അപ്പനെ എനിക്ക് സ്നേഹിച്ചു കൊതി തീർന്നില്ലപ്പാ, അപ്പന്റെ കൈ കൊണ്ട് എന്നെ കൊല്ലാൻ പോയാണോ? എൻ്റെ അമ്മയോടൊന്ന് യാത്ര പറയാൻ എന്താ അപ്പ അനുവദിക്കാഞ്ഞത്? അവസാനമായി എനിക്കൊന്ന് ചുംബിക്കായിരുന്നല്ലോ, എൻ്റെ അമ്മേനെ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു അപ്പ എന്ന് പറഞ്ഞു ചങ്ക് പൊട്ടിക്കരയുന്ന ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു പാപം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അറിയുമോ? ഇവിടെ ഈ രണ്ടുപേരും ഉദാഹരണം പറയാം. നിങ്ങളുടെ കുഞ്ഞ് മരണത്തോട് ഐസിയുവിൽ കിടക്കുന്ന ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു വ്യക്തി ആ സമയത്ത് നിങ്ങൾ കാണാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ നോക്കിയിട്ട് അപ്പാ അമ്മേ എനിക്ക് എപ്പോഴും അപ്പനോടും അമ്മയോടും ഇരിക്കാൻ കൊതി തോന്നുന്നു, എന്നെ ഇട്ടുകൊണ്ട് പോയാണോ എന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങൾ അവിടെ ഇരുന്ന് ചങ്ക് പൊട്ടും, അവിടെ ഇരുന്ന് വാവിട്ട് കരയും. ഇസഹാക്ക് അബ്രഹാമിന്റെ ചങ്കിൽ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ ഉറക്കെ നിലവിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നിശബ്ദത വന്ന് കാണും, ഒരു ശാന്തത. ആ ശാന്തതയിലായിരിക്കണം ഇസഹാക്കിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപിച്ചത്. ഇസഹാക്ക് പറഞ്ഞു കാണും, അപ്പം കരയണ്ട, ഞാൻ റെഡിയാ. അപ്പന് തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അപ്പന് തെറ്റുപറ്റിയാലും അപ്പന്റെ അപ്പനായ ദൈവത്തിന് തെറ്റുപറ്റില്ല കേട്ടോ. ഞാൻ കേറി കിടക്കും, എന്നെ ബന്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കത്തിയെടുത്ത് എന്നെ വെട്ടുന്ന സമയത്ത് പെട്ടെന്ന് കുതിരി പോകാതിരിക്കാൻ വേണ്ടി എന്നെ ബന്ധിച്ച് കെട്ടിക്കോ അപ്പ എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ബലിപീഠത്തിന്റെ മധ്യേ കേറി കിടന്ന് കൊടുത്ത് കാണണം. അങ്ങനെ ബന്ധിച്ച് ഇസഹാക്ക്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു സ്വരം, ആ സ്വരം കേൾക്കുകയാണ്. പിന്നീട് ചരിത്രത്തിൽ ഇടം തേടി അബ്രഹാമിന്റെയും
ഇസഹാക്കിന്റെയും ദൈവമെന്ന്. അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം എങ്ങനെയായി? അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവമായത് എങ്ങനെ? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഇസഹാക്ക് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബലിക്ക് റെഡിയായി. 2025 ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ദൈവത്തിലേക്കായി തീരട്ടെ. അല്ലാതെ ഇനിയും ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ചത്തുബോധം മനുഷ്യരെ സ്നേഹിക്കുന്നില്ല, അമ്മായിയമ്മ എന്നെ പീഡിപ്പിക്കുന്നു, അമ്മായി പീഡിപ്പിക്കുന്നു, മക്കൾ എന്നെ വിളിക്കുന്നില്ല, മരുമക്കൾ എന്നെ പീഡിപ്പിക്കുന്നു, സഹോദരങ്ങൾക്ക് എന്നോട് ദേഷ്യമാണ്. കരഞ്ഞു കരഞ്ഞ് ജീവിതം പാഴാക്കുന്ന ഒരു ദിവസം എന്നെങ്കിലും ഈ കർത്താവിനോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ? ചേട്ടാ, ഇത്രയും വർഷമായില്ലേ, ഇനി എത്ര നാൾ ജീവിക്കും? 70 ഏറിയാൽ 80, പിന്നെ ബോണസ് എന്നാ ബൈബിള് പറയുന്നത്. 90 സങ്കീർത്തനം. 70 ഏറിയാൽ 80, പിന്നെ ബോണസ്. ഇനി എത്ര ദിവസം ജീവിക്കും? ഇത്രയും വർഷത്തിനിടയിൽ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? യോനായുടെ പുത്രനായ ശിമിയോനെ, നീ മറ്റെല്ലാവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നോ എന്ന് പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് മനം നൊന്ത് ചങ്ക് പൊട്ടി കരഞ്ഞൊരു പത്രോസ് ഉണ്ട് 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉള്ളിൽ. ഇതുപോലെ ഞാനും നിങ്ങളെ ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിച്ചെങ്കിൽ കർത്താവ് നമ്മളോട് സത്യം വിളിച്ചു പറയുകയും ആ സത്യത്തിന് മുമ്പിൽ നമ്മൾ ചങ്ക് പൊട്ടി കരയുകയും ചെയ്തേരാം. ഇനിയും കൊച്ചുമക്കളെ ഓർത്തുള്ള കരച്ചിൽ നിർത്ത്, ഭാര്യ ഭർത്താക്കന്മാരെ ഓർത്തുള്ള കരച്ചിൽ നിർത്ത്, മറിച്ച് അവരുടെ ആത്മാവിനെ ഓർത്ത് കരയി. എത്ര പേർക്ക് ഇവിടെ കൈവിടെ വന്ന് നല്ല ഭൗതികതയ്ക്ക് വേണ്ടി വന്ന് എന്നെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും നിങ്ങളുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്ന മക്കള് സ്വർഗത്ത് പോകണം കർത്താവേ, മറ്റൊന്നും വേണ്ട എന്ന് ഒരു ദിവസമെങ്കിലും ഈശോയോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ചായിരുന്ന കൂടപ്പുറപ്പുകൾ നശിച്ച് നരകത്ത് പോകുമ്പോൾ സ്വർഗത്തായിരിക്കാൻ നമ്മളെ കൊണ്ട് സമാധാനത്തെ കഴിയുമെന്ന് പ്രതീക്ഷിക്കരുത്. അബ്രഹാമിന്റെ മടിയിൽ ലാസർ കിടക്കുന്ന സമയത്താണ് ധനവാൻ ആ ചിന്ത വന്നത്. എന്താ ചിന്ത വന്നത്? എന്റെ സഹോദരന്മാരും ഞാൻ ആയിരിക്കുന്നിടത്ത് വരാതിരിക്കാൻ വേണ്ടി ലാസറിനെ അവരുടെ അരികിലേക്കൊന്ന് അയക്കണമെന്ന്. ഈ ധനവാനായ സഹോദരന് ജീവിച്ചിരുന്നപ്പോൾ ഈ 5 സഹോദരന്മാരെ കുറിച്ച് ഓർമ്മയില്ലായിരുന്നോ? ഈ 5 ജീവിച്ചിരിക്കുമ്പോൾ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്ക്. ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഓർക്ക്. ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഓർക്ക്. എപ്പോഴും OAT കയറി പിടിക്കാതാ. ശതകോടീശ്വരന്മാര് കാലിഫോർണിയയിൽ അമേരിക്കയിലൊക്കെ കത്തി അമർന്നു പോയ കോടികളുടെ ആസ്തി നോക്കി നിൽക്കേ കൂറ്റൻ കൊട്ടാരങ്ങൾ. ഈ ചാനലൊന്ന് തുറന്ന് നോക്ക്. അമേരിക്കയിൽ കോടീശ്വരന്മാരുടെ വീട്, പറമ്പ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികള് നോക്കി നിൽക്കെ നശിച്ചു പോയ, ഇപ്പോഴും നശിച്ചു പോകുന്ന ശരീരത്തെക്കുറിച്ച്, നശിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച്, ഭൗതികതയെക്കുറിച്ച് മാത്രം ഓർത്ത് കരയാതെ ആത്മാക്കളെ കുറിച്ച് ഓർത്ത് കരയി. എഴുന്നേക്ക്. കണ്ണടച്ച് കരം ഹൃദയത്തോട് ചേർത്ത് പോയി. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പെൻഷനൊക്കെ മേടിച്ച് നല്ലതുപോലെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ നോക്ക്. ഭക്ഷണം നല്ലോണം ആത്മാവിനെയും ശരീരത്തെയൊക്കെ ഒന്ന് പരിപോഷിപ്പിര്. വെറുതെ കൊച്ചുമക്കള്, മരുമക്കള് സ്വർഗത്തെക്കുറിച്ച് ചിന്തിയിര്. കണ്ണടച്ച് ഇത്രയും വർഷം ചിന്തി. സ്വർഗമുണ്ട്, യാഥാർത്ഥ്യമാ. ധ്യാനങ്ങളുടെ എല്ലാ ലക്ഷ്യം, എല്ലാ ക്ലാസ്സുകളുടെയും ലക്ഷ്യം നിത്യതയാ. അബ്രഹാമിനൊരു ദർശനം ഉണ്ടായിരുന്നു, സ്വർഗം. കണ്ണടയ്ക്ക്, മനസ്സിൽ കാണാം. അബ്രഹാം നിരാശപ്പെട്ട് വന്ന സമയത്ത് പുറത്തിറക്കിയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഭൂമിയിലെ മണൽത്തരികളെയും കാണിച്ചു. അബ്രഹാമിന്റെ 100 വയസ്സ് വരെയും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ആ ചിന്ത മാറിപ്പോകുമ്പോഴാണ് ഭൗതികതയിൽ അടിവരുന്നത്. സ്വർഗത്തെക്കുറിച്ച് ഇനിയെങ്കിലും ഒന്ന് ചിന്തിര്. ഈശോയുടെ മനസ്സൊന്ന് കാണിനിയെങ്കിലും. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിര്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായതൊന്ന് ഓർത്തോ. ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ മധ്യഭാഗത്ത് നിന്നും യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയതാണ് ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ തകർച്ച, സാഹോദര്യ ബന്ധത്തിന്റെ തകർച്ച. ഒരു ബലിയർപ്പണത്തിലൂടെ ആബേലും കായേലും നശിച്ചു. ദൈവത്തിനർപ്പിച്ച ഒരു ബലിയിലൂടെയാണ് സാഹോദര്യ ബന്ധം തകർന്നത്. ഒരമ്മ മറ്റ മക്കളുടെ സാഹോദര്യ ബന്ധം തകർന്നു പോയ സാഹോദര്യ ബന്ധത്തെ തിരിച്ചു പിടിക്കാൻ അന്ത്രയോസും പത്രോസിനെ ഒരു അമ്മയുടെ മക്കളെ തിരഞ്ഞെടുത്തു. യാക്കോബിനെയും യോഹന്നാനെയും മാതാപിതാക്കളുടെ മക്കളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരുടെ മധ്യത്തിൽ സ്ഥാനം പിടിച്ച് യേശുക്രിസ്തു
സാഹോദര്യ ബന്ധങ്ങളെ തിരിച്ചു പിടിച്ചു. ഇന്ന് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും സാഹോദര്യ ബന്ധങ്ങൾ വിള്ളല് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും യേശു നിങ്ങളുടെ മധ്യത്തിലില്ല. അവസാനത്തെ സഹോദരിയെയും സഹോദരനെയും തിരിച്ചു പിടിക്കുന്നത് വരെ കണ്ണുനീര് തോരരുതും. സാഹോദര്യ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രം അമ്മായിയമ്മയെ സ്നേഹിച്ചതിന്റെ പേരിൽ, അമ്മായിയമ്മയെ സംരക്ഷിച്ചതിന്റെ പേരിൽ സമ്പത്ത് മാത്രമല്ല കൊടുത്തത്. 73 പുസ്തകത്തിൽ ഒരു പുസ്തകം കൊടുത്ത്, റൂത്ത് എന്ന പുസ്തകം ഒരു മരുമകൾക്ക് കൊടുത്തതാണ്. മരുമകൾ എന്തുകൊണ്ട് അമ്മായിയമ്മയെ സ്നേഹിക്കാൻ കാരണം, സ്വന്തം മകളായിട്ടാണ് നമോമി അമ്മായിയമ്മയെ സ്വീകരിച്ചു. പിശാച് കയറി ഞെരുങ്ങി മരുമക്കളെ പീഡിപ്പിക്കുന്ന അമ്മായിയമ്മമാര്, അമ്മായിമ്മേനെയും പീഡിപ്പിക്കുന്ന മരുമക്കളുടെ എണ്ണം കൂടുകയാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് അവിടെ കാണണമെന്ന് നിർബന്ധമില്ല. കരം ഹൃദയത്തോട് ചേർത്ത് വയ്യും. തെറ്റുകൾ തിരുത്ത്. കർത്താവെ ആശീർവദിക്കുകയാണ്. പറന്നു പോകുന്ന പറപക്ഷിയോട് പോലും വെറുപ്പ് കാണരുത്. ക്ഷമിക്ക്, മാപ്പ് കൊട്. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും. 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ നിലനിൽക്കുകയില്ല. വെറുപ്പ് കൊലപാതകമാണ്. വെറുപ്പ് 3-4 തകർച്ചകൾ വരുന്നത്. 1 പ്രതികാര ചിന്ത, 2 സമാധാനം നഷ്ടപ്പെടും, 3 രോഗിയാക്കി തീർക്കും, 4 ഉറക്കം കെടുത്തിക്കളയും, ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും, 5 ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കി കളയും, 6 നിന്റെ ജീവൻ ആയുസ് തികയാതെ പോകും. 2 കരങ്ങൾ ഉയർത്തും. 2 കരങ്ങൾ. കർത്താവേ, ഇവരുടെ ആത്മീയവും ഭൗതികവുമായ സകല മേഖലയുടെ മേൽ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സക്രിയ 2:5 ഇസ്രായേൽ, ഞാൻ അതിനു ചുറ്റും അഗ്നിയുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. ഉയർത്തിപ്പിടിച്ചോ. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായി മാറി. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ച് കളയും. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. 2 കരങ്ങളും ഉയർത്തി ഇടിമുഴക്കം പോലെ ഒച്ചത്തി വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. യെശയ്യാ 45:2-3 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്വ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ദൈവമായ കർത്താവേ, തകർന്നിരിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുന്ന, ഭാര്യ ഭർത്ത ബന്ധമുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുന്ന, യുവതി യുവാക്കളുടെ ബന്ധങ്ങളുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുന്ന, സാഹോദര്യ ബന്ധങ്ങളുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുന്ന, മക്കളെ മാതാപിതാക്കളുമുള്ള ബന്ധങ്ങൾ തിരിച്ചു പിടിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സകല തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിമത്തങ്ങൾ തകർന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളെ അടിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. എബ്രായർ 12:12 ജെറമ്യ 30:17 പുറപ്പാട് 15:26 1 പത്രോസ് 2:24 നട്ടല് വേദന, അലർജി രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ചെറുകുടല് വൻകുടലിലെ രോഗങ്ങള്, ഉറക്കക്കുറവുകള്, ഹെപ്പറ്റൈറ്റിസ് ബി, ലിവർ സിറോസിസ്, മജ്ജയെ ബാധിച്ചിരിക്കുന്ന രോഗപീഠകള് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശുശ്രൂഷ വേണമെങ്കിൽ യൂട്യൂബിൽ കയറി ബ്രദർ ആന്റണി മുക്കാടിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. എല്ലാ ബുധനാഴ്ചകളിലും വെളുപ്പിലെ 5:30 ഷാലോമിലുണ്ട്, വെള്ളിയാഴ്ച റിപ്പീറ്റേഷൻ ഉണ്ട്. ബ്രദർ ആന്റണി മുക്കാടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.